ചേച്ചി നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ആവേശം? എങ്ങനെയുണ്ട്? ഓ പറഞ്ഞറിയിക്കാൻ ഞങ്ങളെ ചങ്കിനകത്താണ് സുരേഷ് ഗോപി. ചേച്ചി എങ്ങനെയാണ്? അടിപൊളി അടിപൊളി. ഈ ഒരു വിജയമൊക്കെ നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ സാധിക്കും. ഇനി വരുന്ന പഞ്ചായത്ത് നഗരസഭ ഇലക്ഷനുകളിലൊക്കെ വൻ ഭൂരിപക്ഷത്തോടു കൂടി മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഭരണം ഏറ്റെടുത്തുകൊണ്ട് ബിജെപി മുന്നേറും. തീർച്ചയായിട്ടും. സ്ത്രീ പീഡനം, ചെമ്പുകോപി, ഇതൊക്കെയായിരുന്നു സുരേഷ് ഗോപിക്കെതിരെയുള്ള ആരോപണങ്ങൾ. എന്താണ് ജനങ്ങൾ നൽകിയ ഇതിനെതിരെയുള്ള ഏറ്റവും നൽകിയ മറുപടിയാണല്ലോ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചത്. 75,000 മേലെ വോട്ടുകളോട് കൂടി ജയിച്ചത് ജനങ്ങൾ നൽകിയ മറുപടി. ഇത് ഇടതുപക്ഷം ഇത് അവരുടെ സ്വഭാവ രീതിയാണോ, അവരുടെ രാഷ്ട്രീയത്തിന്റെ? തീർച്ചയായിട്ടും അവരുടെ സ്വഭാവമാണ്. മനസ്സിലായോ? അവരുടെ സഖാക്കളാണ് കൂടുതലും സ്ത്രീ പീഡന കേസുകൾ പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരതിങ്ങനെ പറഞ്ഞത്. അതൊന്നുമല്ല സുരേഷ് ഗോപിന് തെളിയിച്ചു കൊടുത്തതാണ് ജനങ്ങൾ. എങ്ങനെയുണ്ട് സ്ത്രീകളുടെ മൊത്തത്തിലുള്ള പ്രതികരണം വിജയത്തിന് ശേഷം? വിജയത്തിന് മുന്നുള്ള കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വളരെ സന്തോഷം. എല്ലാവരും നമ്മൾ ചെല്ലുമ്പോഴും കാണുമ്പോഴായാലും പറയണതെല്ലാം തന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്ത് സുരേഷ് ഗോപിനെ വിജയിപ്പിച്ചു എന്നാ. അതന്നെയാണല്ലോ ഞങ്ങൾക്കും വേണ്ടത്. ക്രൈസ്തവ സമൂഹത്തിന്റെ നിലപാടുകൾ എങ്ങനെയുണ്ട് ഇപ്പോ വിജയത്തിന് ശേഷം? വിജയത്തിന് മുന്നും അവര് നമുക്ക് അനുകൂലമായിരുന്നു. ഇപ്പൊ അതിനേക്കാൾ കൂടുതലാണ് നമ്മളുടെ അടുത്ത് അവരുടെ സമീപനം. ഈ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കരുവന്നൂര് വിഷയമുണ്ടല്ലോ, അത് വലിയ തരത്തിൽ ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും തകർത്തെറിഞ്ഞു എന്നുള്ള ഒരു കാഴ്ച തന്നെയല്ലേ ഇത്? അതെ, കരുവന്നൂർ വിഷയമുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കിയല്ലോ. ആ പല വിഷയങ്ങൾ ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു കരുവന്നൂർ വിഷയം ഉണ്ടായിരുന്നത്. ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാര് ഒത്തുകൂട്ടി വെച്ചിരുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളാണ് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. ആ എമൗണ്ട് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അതിന് ഇരകളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുകളുണ്ട്. അന്ന് വിഷയം ഉണ്ടായ സമയത്ത് വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് പലർക്കും ചികിത്സാ സഹായങ്ങളും പല രീതിയിലുള്ള സഹായങ്ങളുമായിട്ട് സുരേഷ് ഗോപി മുന്നിലോട്ട് വന്നു. അതേസമയം പലരും വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി. അതിന്റെയൊക്കെ വിജയമാണ് സുരേഷ് ഗോപി നേടിയെടുത്തത്. ഈ ആഘോഷ പരിപാടികളിലേക്ക് കരുവന്നൂർ വിഷയത്തിൽ മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആളുകളുടെ കുടുംബങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാരും പങ്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഭാഗത്ത് നിന്നുള്ള നിലപാട് എന്തായിരുന്നു ഈ തിരഞ്ഞെടുപ്പിന്റെ ടൈമിൽ? തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പൂർണ്ണ പിന്തുണയായിരുന്നല്ലോ. കാരണം നമ്മൾ പല ടോക്ക് ഷോസും വെച്ചപ്പോ ഏറ്റവും മുന്നിൽ വന്നിരുന്ന് സംസാരിച്ചതടക്കം ആ കരുവന്നൂരിൽ ഉണ്ടായിരുന്ന പലരുമായിരുന്നു സംസാരിച്ചത്. രക്തസാക്ഷികളായവരുടെ കുടുംബാംഗങ്ങളായിരുന്നു ഏറ്റവും മുന്നിൽ നിന്ന് പ്രതികരിച്ചതെന്ന്. പൂർണ്ണമായിട്ട് കരുവന്നൂരിലെ വിഷയം അത് ജനങ്ങൾ മനസ്സിലാക്കുകയും ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തു. അതെ, കരുവന്നൂർ വിഷയം മാത്രമല്ല, ഇപ്പൊ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് ഒരുപാട് ആരോപണങ്ങളായിട്ടും പല രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. പക്ഷെ അതെല്ലാം നിശബ്ദമായി നേരിട്ടുകൊണ്ട് അദ്ദേഹം വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് തന്നെയായിരുന്നു നമുക്ക് ആവശ്യം. അല്ലാതെ വെറുതെ കുറെ ഒളിമ്പാകളെടുത്ത് പ്രതികരിക്കലല്ല നമുക്ക് വേണ്ടത്. നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുത്തു എല്ലാവർക്കും. കരുവന്നൂരിലെ പല മേഖലകളിലും CPM ജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങിയിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്. അവർക്ക് ബുദ്ധിമുട്ടല്ലേ അവരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവരെ പറഞ്ഞിട്ടാണല്ലോ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തത്. എന്നിട്ട് അവര് തന്നെയല്ലേ ചതിച്ചത്. അതിലൊരു CPM-ന്റെ നേതാവായിരുന്ന ആളാണല്ലോ ദയാവധത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് പോലും. അപ്പൊ പിന്നെ എങ്ങനെയാ നാട്ടുകാരെ ഫേസ് ചെയ്യുക അവര്? സുരേഷ് ഗോപി ഈ കരുവന്നൂരിലെ പ്രശ്നം ആദ്യം ഏറ്റെടുക്കുകയും ഇതിലെ സാമ്പത്തികം നഷ്ടപ്പെട്ട കുടുംബത്തിന് സാമ്പത്തികം കൊടുക്കുകയും ചെയ്യും. ശശികുമാർ എന്ന് പറയുന്ന ആളുടെ വീട്ടില് അതൊരു CPM കുടുംബമായിരുന്നു. ഒരു ഇടതുപക്ഷത്തിന്റെ അനുഭാവിയായിരുന്നു ഇയാള്, ഈ മരണപ്പെട്ട ആള്. അപ്പൊ ഇത് വലിയ തരത്തിൽ മറ്റുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകളെ കൂടുതൽ BJP-യിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെന്താ, നിസ്സംശയം പറയാം. കാരണം നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂടെയാണ് ആൾക്കാരുണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ വാഗ്ദാനം പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടതും. വാഗ്ദാനങ്ങളല്ല, എല്ലാം പാലിക്കപ്പെട്ട വാഗ്ദാനങ്ങളായിരുന്നു ഇവിടെ നടന്നത് മുഴുവൻ. ഈ കരുവന്നൂർ വിഷയം കേരളത്തിൽ മുഴുവൻ ഇടതുപക്ഷത്തെ ബാധിച്ചു. മുഴുവനായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടത്തിൽ കരുവന്നൂർ സമരം മാത്രമല്ല, ഒരുപാട് നമ്മളെ സാധാരണക്കാരെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള മോശം ഭരണമായിരുന്നല്ലോ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വന്നതും ഇതുപോലുള്ള ഒരു ബലം നമുക്ക് കാണാൻ കഴിഞ്ഞതും. ചേച്ചി, ഇപ്പം നരേന്ദ്രമോദി കരുവന്നൂർ വിഷയത്തിൽ ഇതിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണം തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നടപ്പിലാവുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കും. കാരണം ഇപ്പൊ BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ അത് ഇതുപോലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അത് ബാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു കാര്യം നടപ്പിലായിട്ടുള്ള കാര്യമാണല്ലോ. കരുവന്നൂർ വിഷയം വലിയൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്ത് എല്ലാവരുമായിട്ട് അജണ്ട ചർച്ച ചെയ്തതിന് ശേഷം അത് തീരുമാനത്തിൽ എത്തിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഒക്കെ ഒരു മുന്നേറ്റം അത് വലിയ തരത്തിൽ ഭാവിയിൽ BJP-യെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇന്ത്യ എന്ന് പറയട്ടെ INDI ഉള്ളൂ.
ഇന്ത്യ മുന്നണി എന്നാ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അതിലും പൂർണ്ണമായിട്ട് ഇന്ത്യ എന്നില്ല. പിന്നെ അവര് ഇപ്പൊ വിജയം കഴിഞ്ഞതിന് ശേഷം പല ഘടകകക്ഷികളെയും ചാക്കിട്ട് വലിക്കാൻ നോക്കിയാലോ. എന്തുകൊണ്ടാണ് ആരും പോവാണ്ടിരുന്നത്? നരേന്ദ്രമോദിയോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിനോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് പോവാണ്ട് നിന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റും, ഉറപ്പാണ്. കേരളത്തിൽ BJP-യുടെ അടുത്ത സ്റ്റെപ്പ് അത് സുരേഷ് ഗോപി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾക്ക് വരാൻ കാര്യമുണ്ടോ? ഉണ്ടോ? നടക്കോ? അദ്ദേഹം ഏത് സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ സ്ഥാനത്ത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ ചുമതലകള് അദ്ദേഹം നിറവേറ്റും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട്, ജനങ്ങൾക്കും വിശ്വാസമുണ്ട്. പിണറായി വിജയനുള്ള വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് വിധി മൊത്തത്തിലുള്ളത്. അതെ അതെ, ഒരുപാട് അഹങ്കരിച്ചതല്ലേ, ആ അഹങ്കാരത്തിനുള്ള ഒരു അടി കിട്ടിയതാ, ഉറപ്പ്. അവരത് തിരുത്തിയാൽ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും. തൃശ്ശൂർ ഒരു മാതൃകയാവട്ടെ കേരളത്തിന്. ഇനി തുടർന്നുള്ള ഞങ്ങളുടെ വിജയങ്ങള്, BJP-യുടെ NDA-യുടെ വിജയങ്ങള്, ഇതെല്ലാം തൃശ്ശൂർ ഒരു മാതൃകയാക്കി കാണിക്കുന്നതാണ്. തൃശ്ശൂരിന് എപ്പോഴും നമ്മൾ എല്ലാത്തിനും സാംസ്കാരിക തലസ്ഥാനം എന്നാ പറയാറുള്ളത്. അതുപോലെ തന്നെ ഇത് തൃശ്ശൂരിനെ ഒരു മാതൃകയായിട്ട് കാണിച്ചു കൊടുത്ത് ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും NDA-ക്ക് വളരെ ബഹുഭൂരിപക്ഷം വിജയം കിട്ടുന്നതായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു കാര്യം, ഇവിടെ BDJS പോലെയുള്ള BJP-യുടെ സഖ്യ കക്ഷികളുണ്ടല്ലോ, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എത്രത്തോളം സംതൃപ്തി ഉണ്ടായിരുന്നു? എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. BDJS മാത്രമല്ല, നമുക്ക് RSS ഭാഗത്തുനിന്നായാലും എല്ലാ ഭാഗത്തുനിന്നും പരിപൂർണമായിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഭാവിയിൽ ഈ ഒറ്റക്കെട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ പാർലമെന്റ് മണ്ഡലത്തിലുള്ള പല മണ്ഡലങ്ങളും, നിയമസഭാ മണ്ഡലങ്ങളിൽ BDJS ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവില്ലേ? അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു വലിയ എന്താ പറയാ നേതൃനിര നമുക്കില്ലേ. അങ്ങനെയുള്ള നേതൃനിരയിലപ്പോ നമ്മൾ എന്തിനാ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? എല്ലാ മണ്ഡലങ്ങളിലും BJP ആണല്ലോ മുന്നിട്ട് വെക്കുന്നത്. 6 മണ്ഡലങ്ങളും BJP ആണ് മുന്നിട്ട് വെക്കുന്നത്. അപ്പൊ ഈ സീറ്റ് BJP-ക്ക് തന്നെ അവകാശപ്പെട്ടത്? അങ്ങനെയൊന്നുമില്ല. NDA എന്ന് പറയുമ്പോൾ കൂട്ടുകക്ഷികളല്ലേ, നമുക്ക് എല്ലാവരും പരിഗണിക്കേണ്ടതായിട്ട് വരും. അത് ഏത് രീതിയിൽ പരിഗണിക്കണം, ഏത് രീതിയിലൊക്കെ വേണം എന്നുള്ളത് നേതൃത്വം തീരുമാനിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് സമാധാനപരമായി പോകും, ഉറപ്പ്. അവസാനമായിട്ടൊരു കാര്യം, നമ്മുടെ സുനിൽകുമാർ ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം സുരേഷ് ഗോപി തൃശ്ശൂർ ഇടുക്കില്ല എന്ന് പറഞ്ഞ ആളാണ്. ആളോട് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഞങ്ങൾ എടുത്തു കാണിച്ചു. സുനിൽകുമാറിനോട് പറയാനുള്ളത് ഞങ്ങള് ചങ്കൂറ്റത്തോടെ സുരേഷ് ഗോപി തൃശ്ശൂർ ഏറ്റെടുത്തു, നെഞ്ചിലേറ്റ് കഴിഞ്ഞു, തൃശ്ശൂരിനെ ഏറ്റു കഴിഞ്ഞു. ഇനി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഭംഗിയായിട്ട് നിറവേറ്റും. നേമത്തെ BJP-യെ പരാജയപ്പെടുത്തിയ പോലെ തൃശ്ശൂർ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് മുരളീധരൻ വന്നത്. മുരളീധരനോട് ഈ സമയത്ത് നാം പ്രതികരിക്കാം. മുരളീധരൻ വന്നത് വെറുതെ ആളുടെ പെങ്ങളായിട്ടുള്ള പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞുല്ലോ, മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അവരെ പാർട്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അത് തെളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആരോടും മിണ്ടാതെ മൗനവ്രതത്തിന് വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ മുരളീധരൻ ഇരിക്കുന്നത്. മുരളീധരനാണ് പറയുന്നത്, മുരളീധരൻ എന്തിനാണ് ഈ വയ്യവേലി പിടിച്ചത്? അത്രേ പറയാനുള്ളൂ. കാരണം എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പത്മജ നമ്മളോടൊപ്പം വന്നു. അതേപോലെ തന്നെ വരാമായിരുന്നില്ലേ, അല്ലെങ്കിൽ നമ്മളോട് അനുകൂലം പറയാമായിരുന്നില്ല. എന്തിനാ വെറുതെ വന്നെന്ന് ഇങ്ങനെ നാറിക്കൊണ്ട അവസ്ഥ ഉണ്ടായി. അമിത്ഷാ വന്ന് മത്സരിച്ചാലും ജയിക്കില്ല എന്ന് പറഞ്ഞിരുന്നു സുനിൽകുമാർ തൃശ്ശൂര്. എന്നാ തൃശ്ശൂരിന്റെ സുനിച്ചേട്ടനോട് പറയാനുള്ളത്? എവിടെ പോയി? അത്രയല്ലോ, എവിടെ പോയി സുനിച്ചേട്ടൻ എവിടെ പോയി? അത്രയൊന്നും എനിക്ക് ചോദിക്കാനുള്ളൂ. സമയത്ത് പാടത്ത് വെച്ച് വരയ്ക്കുന്ന ഫോട്ടോസ് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും ഒരു പാടത്ത് പോയി ഒളിച്ചിരിക്കുന്നുണ്ടാവും ഉറപ്പായിട്ടും.